ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒക്ടോബർ 28 നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാവരും ക്ലാസ് എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ 4ാമത്തെ അധ്യായമായ പ്രൊഡക്ഷൻ പ്രോസസ്സ് അഥവാ ഉൽപ്പാദന പ്രക്രിയയിലൂടെ ഈ ഒരു അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് ഉൽപ്പാദനം അല്ലേ? ഉൽപ്പാദനത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അവയിൽ ചിലത് നമ്മൾ വിശദമായിട്ട് തന്നെ പഠിച്ചു അല്ലേ? തൊഴിൽ എന്താണെന്ന് പഠിച്ചു, ലേബർ. അപ്പോൾ അതുപോലെ തന്നെ തൊഴിലാളികളുടെ അധ്വാന ശേഷിയെക്കുറിച്ചും അവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് പണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ചില പ്രവർത്തനങ്ങൾ, കുറിപ്പുകൾ തയ്യാറാക്കാനും ഒക്കെയുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ഉൽപ്പാദന ഘടകങ്ങളിലെ 2ാമത്തെ ഘടകമായ മൂലധനം അഥവാ ക്യാപിറ്റലാണ്. ഓക്കെ, ക്യാപിറ്റലിനെ കുറിച്ചാണ്. എന്താണ് മൂലധനം എന്ന് പറഞ്ഞാൽ? നിങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലേ? മൂലധനം എന്ന വാക്കിതിന് മുൻപ് കേട്ടിട്ടുണ്ടാവും. എന്താണ് മൂലധനം എന്ന് പറഞ്ഞാൽ? ധനം എന്ന് പറഞ്ഞാൽ പണം എന്നാണ് അല്ലേ? അപ്പോൾ മൂലധനം എന്ന് പറഞ്ഞാൽ പണം എന്നാണോ അർത്ഥം? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പണം എന്നാണോ മൂലധനത്തിൻ്റെ അർത്ഥം? അല്ല, പണം മാത്രമല്ല. പിന്നെയോ? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം അല്ലേ? അപ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വരും? അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളോട്. നമുക്കിപ്പോൾ ഒരു ചെരുപ്പ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഫാക്ടറി സ്ഥാപിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് പണം വേണം. പിന്നെയോ? അതിലേക്കുള്ള യന്ത്രങ്ങൾ വാങ്ങണം, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം അല്ലേ? ഇനി ഈ ചെരുപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വേണം. ഇതിനെല്ലാം എന്താവശ്യമാണ്? മൂലധനം ആവശ്യമാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആവശ്യമാണ് അല്ലേ? അപ്പോൾ എന്താണ് മൂലധനം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലേ? അവ ഒരുക്കുന്നതിന് അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ, അവയാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യ നിർമ്മിത വസ്തുക്കൾ മൂലധനമെന്ന് അറിയപ്പെടുന്നു. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. അപ്പം മൂലധനം എന്ന് പറയുന്നത് പണം മാത്രമല്ല, പിന്നെയോ യന്ത്രങ്ങൾ, വാഹനങ്ങൾ, നമ്മൾ എന്തൊക്കെയാണോ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളും ഇവയെ നമ്മൾ ഏതിൽ ഉൾപ്പെടും? മൂലധനത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഫോർ പ്രൊവൈഡിങ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അത്യാവശ്യമാണ് ക്യാപിറ്റൽ അല്ലേ? എന്തിനാണ്? അതിലെ ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ. ഇറ്റ് ഈസ് നെസസറി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി, ബൈയിങ് എക്യുപ്മെൻറ്റ്സ്, പേയിങ് വേജസ് ടു ലേബേഴ്സ്, ബൈയിങ് റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ദ ലൈക്ക്. എന്തിനൊക്കെയാണ് മൂലധനം ആവശ്യമുള്ളത്? ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, എക്യുപ്മെൻറ്റ്സ് അഥവാ യന്ത്രങ്ങൾ വാങ്ങണമെങ്കിൽ, പേയിങ് വേജസ് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണമെങ്കിൽ അല്ലേ? പിന്നെ ബൈയിങ് റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ, ഇതിനെല്ലാം ക്യാപിറ്റൽ ആവശ്യമാണ്. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ? തൊടാനും കാണാനും അല്ലേ? ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക അല്ലെങ്കിൽ തൊടാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ വിസിബിൾ ആയിരിക്കണം, കാണാൻ സാധിക്കുന്നതുമായ മാൻമെയ്ഡ് മനുഷ്യനിർമ്മിത വസ്തുക്കൾ, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ്, വെഹിക്കിൾസ് ആൻഡ് മെഷീൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ. നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, വാഹനങ്ങൾ, മെഷീൻസ് ഇവയെല്ലാം ക്യാപിറ്റലിലാണ് വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് മൂലധനം എന്ന് ഒന്നുകൂടെ മനസ്സിലാക്കുക. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്ന് അറിയപ്പെടുന്നു. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഭാഗം. ഓക്കെ, എന്താണ് മൂലധനം? പിന്നെയോ? ഇനി നമ്മൾ നോക്കുന്നത് മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്.
മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. ഏതൊക്കെയാണ് മറ്റു ഉൽപാദന ഘടകങ്ങൾ? തൊഴിൽ അല്ലേ, അഥവാ ലേബർ. അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെ വരുന്നുണ്ട്? ഏതൊക്കെയാണ് മറ്റു ഉൽപാദന ഘടകങ്ങൾ? നമ്മൾ പഠിച്ചത് ഭൂമി പഠിച്ചു അല്ലേ, അതുപോലെ തന്നെ തൊഴിൽ പഠിച്ചു അല്ലേ, തൊഴിൽ പഠിച്ചു. അത് കഴിഞ്ഞിപ്പം മൂലധനം പഠിച്ചു. ഇനി നമ്മൾ ഒന്നുകൂടെ പഠിക്കും, സംഘാടനം. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ഉൽപാദന ഘടകങ്ങളെയും മൂലധനം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയായിരിക്കാം ഈ ശേഷി വർദ്ധിപ്പിക്കുന്നത്? ഫാക്ടറികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഇപ്പം അത്യാധുനികമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ഇവയെല്ലാം ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി അല്ലെങ്കിൽ വേഗത അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. പിന്നെ മൂലധനം ചലനാത്മകമാണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ് അല്ലേ. ഇപ്പോൾ മൂലധനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ഫാക്ടറി ആണെന്ന് വിചാരിക്കുക. ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലം ഉണ്ടായിരിക്കാം അല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും യന്ത്രങ്ങളോ ഒക്കെ ആണെങ്കിലും ഇതിനെല്ലാം പലിശയായിരിക്കും പ്രതിഫലമായിട്ട് ലഭിക്കുക. ഇതെല്ലാം മൂലധനത്തിൻ്റെ സവിശേഷതകളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ മറ്റ് ഘടകങ്ങളെ ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്. ക്യാപിറ്റൽ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബേഴ്സിൻ്റെ തൊഴിലാളികളുടെ പ്രൊഡക്ഷൻ സ്കില്ല് ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ ക്യാപിറ്റൽ സഹായിക്കുന്നു. ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി, അതിന് മൊബിലിറ്റി ഉണ്ട്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും. ലൈക്ക് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാപിറ്റൽ ഓൾസോ ഗെറ്റ്സ് റിവാർഡ്. ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. മറ്റ് ഏതൊരു ഉൽപാദന ഘടകത്തെയും പോലെ തന്നെ ക്യാപിറ്റലിന് എന്തുണ്ട്? റിവാർഡ് ഉണ്ട്, പ്രതിഫലമുണ്ട് അല്ലേ. അതിൻ്റെ പ്രതിഫലം എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ എന്താണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനമെന്ന്. ഇനി നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനം മൂലധനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. മൂലധനത്തെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മൂലധനത്തിന് പ്രതിഫലമായി പലിശ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് മൂലധനത്തിൻ്റെ സവിശേഷതകൾ. നമ്മളിപ്പോൾ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ പാർട്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഓൾസോ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബേഴ്സ്. വി ക്യാൻ മൂവ് ക്യാപിറ്റൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ലൈക്ക് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാപിറ്റൽ ഓൾസോ ഗെറ്റ്സ് റിവാർഡ്. ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ പരിചയപ്പെടുന്നുണ്ട്. അതാണ് വിജ്ഞാന മൂലധനം അഥവാ നോളജ് ക്യാപിറ്റൽ. എന്താണ് വിജ്ഞാന മൂലധനം എന്ന് പറഞ്ഞാൽ? വിജ്ഞാനത്തെ, അറിവിനെ ഒരു മൂലധനമായിട്ട് കാണുകയെന്ന് വിചാരിക്കുക. ഓക്കെ, നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ശാരീരികമായ അധ്വാനത്തിൽ നിന്നും മാറിക്കൊണ്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ അറിവ് ഉപയോഗിച്ച് ആ ഒരു ക്യാപിറ്റൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുക എന്നൊരു തലത്തിലേക്ക് നമ്മുടെ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ന് ഈ ഒരു IT യുഗമാണ് അല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം വാണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുക, അതുപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അതുവഴി പണമുണ്ടാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ്, വ്യവസായങ്ങളിലാണ് കൂടുതലും നമ്മുടെ ലോകം ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അറിവെന്ന് പറയുന്ന ആ മൂലധനത്തെ ഉപയോഗിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോളജ് ക്യാപിറ്റൽ. ടുഡേ വി ലിവ് ഇൻ എ നോളജ് സൊസൈറ്റി. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് നോളജ് play a very important role in production. The effort to acquire knowledge capital is now prevalent in the world. അപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു നോളജ് സൊസൈറ്റിയിലാണ്, വിജ്ഞാന സമൂഹത്തിലാണ് അല്ലേ. ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ വിവരസാങ്കേതിക വിദ്യയും ഒരു വലിയ പങ്കിതിൽ വഹിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ലോകവ്യാപകമായി ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഒരു ഫാക്ടർ, ഒരു ഘടകം കൂടെ നമ്മൾ പഠിച്ചു. ഏതാണ്? നമ്മുടെ മൂലധനം അഥവാ ക്യാപിറ്റൽ. ഇപ്പം 3 ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചത്. 1 ഭൂമി, 2 തൊഴിൽ, 3 മൂലധനം അല്ലേ. അല്ലെങ്കിൽ ലാൻഡ്, അതുപോലെ തന്നെ ലേബർ,
ക്യാപിറ്റൽ. ഓക്കെ, ഇനി നാലാമത്തെ ഘടകം സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. എന്താണ് സംഘാടനം എന്ന് പറഞ്ഞാൽ? ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊന്നുമല്ല, നമ്മുടെ സ്കൂളിൽ ആർട്സ് ഡേ നടക്കാറുണ്ട് അല്ലേ? ആർട്സ് ഡേ അല്ലെങ്കിൽ സ്പോർട്സ്, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടത്താറുണ്ട്. ഈ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആർട്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജുകളിലായിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടാവും അല്ലേ? അപ്പം ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, സ്കൂളിലെ അധ്യാപകർ, അതുപോലെ തന്നെ പരിപാടി കാണാൻ വന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ആ സമയത്ത് നിങ്ങളുടെ സ്കൂളിലുണ്ടാവും അല്ലേ? ഇവരെ എല്ലാവരെയും, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഏതൊക്കെ പ്രോഗ്രാമുകൾ നടക്കണം, ഏതെല്ലാം സമയത്ത് നടത്തണം, എപ്പോഴെല്ലാം ബ്രേക്ക് കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് കുറച്ച് സംഘാടകരുണ്ടാവും അല്ലേ? അതായത് പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർ. ഇതിനെല്ലാം കൂട്ടിയിണക്കി ഇവർ നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ശരിയാവുമോ? ഇപ്പം നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തു, ആ സെയിം പ്രോഗ്രാം തന്നെ മറ്റൊരു സ്റ്റേജിലും അനൗൺസ് ചെയ്താൽ പ്രശ്നമാവില്ലേ? അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് എവിടെ എന്തെല്ലാം നടക്കണമെന്നൊക്കെ തീരുമാനിച്ച് ആ പ്രോഗ്രാം വിജയിപ്പിക്കുന്നത് ആരാണ്? സംഘാടകരാണ് അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും. ഈ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി ഉണ്ടെങ്കിലും തൊഴിലുണ്ടെങ്കിലും മൂലധനമുണ്ടെങ്കിലും കാര്യമില്ല, എന്തുകൂടെ വേണം? നല്ല സംഘാടനം കൂടി വേണം. ഇതിനെല്ലാം ഒത്തൊരുമിച്ച് ഉൽപ്പാദനത്തിൻ്റെ അവസാനത്തിലേക്ക് അല്ലേ, അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സംഘാടനം അല്ലെങ്കിൽ സംഘാടകൻ അഥവാ സംരംഭകൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അഥവാ സംരംഭകൻ എന്ന് അറിയപ്പെടുന്നു. താഴെ നിങ്ങൾ നോക്കിക്കേ, ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഭൂമി, തൊഴിൽ, മൂലധനം, ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആരുടെ അടുത്തെത്തുന്നു? സംഘാടനത്തിലേക്ക് എത്തുന്നു അല്ലേ? അതിനെ സംഘാടനത്തിലൂടെ ഒരുമിച്ച് ഉൽപ്പാദനത്തിലെത്തിച്ച് ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. അതാണ് ആ ഫ്ലോ ചാർട്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയും. ഓർഗനൈസേഷൻ ഇംപ്ലൈസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. പ്രൊഡക്ഷൻ ഫാക്ടേഴ്സായ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഓർഗനൈസേഷൻ. ദ പേഴ്സൺ ഹു കോർഡിനേറ്റ്സ് ഈസ് കോൾഡ് ആൻ ഓർഗനൈസർ ഓർ എൻ്റർപ്രിന്യൂവർ. ഈ ഒരു കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് ഓർഗനൈസർ അല്ലെങ്കിൽ എൻ്റർപ്രിന്യൂവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലോ ചാർട്ട് കണ്ടോ? ലാൻഡും ലേബറും ക്യാപിറ്റലും ഒരുമിച്ച് ചേർന്ന് ഓർഗനൈസേഷനിൽ എത്തുന്നു. ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി പ്രൊഡക്ഷനിലേക്ക് എത്തുന്നു. പ്രൊഡക്ഷൻ കഴിയുമ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ലഭിക്കുന്നു അല്ലേ? അപ്പം എന്തൊക്കെയാണ് സംഘാടകരുടെ സവിശേഷതകൾ അഥവാ ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസേഴ്സ് ആണ് നമ്മളിനി എഴുതാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങളുടെ ഒരു പ്രവർത്തനമായിരുന്നു. ഓക്കെ, അപ്പോൾ സവിശേഷതകളായിട്ട് ഞാൻ എഴുതുന്നത് ഇതൊക്കെയാണ്. മറ്റ് ഉൽപ്പാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഉൽപ്പാദനം നടത്തുകയാണ് സംഘാടകൻ്റെ ലക്ഷ്യം. ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ ഘടകങ്ങളെ സംഘാടകർ കൂട്ടിയോജിപ്പിക്കുന്നു. പരിശീലനത്തിലൂടെ സംഘാടകരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. സംഘാടകർക്ക് ലഭിക്കുന്ന പ്രതിഫലം ലാഭമോ നഷ്ടമോ ആയിരിക്കും. അപ്പം എന്തെല്ലാം ഘടകങ്ങളെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത്? ഭൂമിയെ, തൊഴിലിനെ, മൂലധനം, ഇവ യോജിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുക. അതാണ് സംഘാടകരുടെ ലക്ഷ്യം അല്ലേ, അല്ലെങ്കിൽ സംഘാടകരുടെ ഉത്തരവാദിത്തം. ഇത്തരത്തിൽ ചെയ്യുന്ന എല്ലാ സംഘാടകരും ഒരുപോലെ എഫിഷ്യൻ്റ് ആവണമെന്നുണ്ടോ? കഴിവുള്ളവരാവണമെന്നുണ്ടോ? ഇല്ല. കഴിവില്ലാത്തവരെ പരിശീലനത്തിലൂടെ നമുക്ക് കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ സംഘാടകർക്ക് ഇതിന് പകരമായി ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ലാഭമാകാം അല്ലെങ്കിൽ നഷ്ടമാകാം. ഓക്കെ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓർഗനൈസേഷൻ ഇംപ്ലൈസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ദ പേഴ്സൺ ഹു കോർഡിനേറ്റ്സ് ഈസ് കോൾഡ് ആൻ ഓർഗനൈസർ ഓർ എൻ്റർപ്രിന്യൂവർ. We can enhance the ability of organizer by training. The reward of organizer is either profit or loss. അപ്പം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു അല്ലേ? അത് ചെയ്യുന്ന പേഴ്സൺ, ആളെയാണ് നമ്മൾ ഓർഗനൈസർ അഥവാ എൻ്റർപ്രിന്യൂവർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കൊരു ഓർഗനൈസറുടെ എബിലിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ബൈ ട്രെയിനിങ് അല്ലേ? ഈ ഒരു ഓർഗനൈസർക്ക് ലഭിക്കുന്ന റിവാർഡ് അഥവാ പ്രതിഫലം എന്ന് പറയുന്നത് ഇസ് എയ്തർ പ്രോഫിറ്റ് ഓർ ലോസ്. ഒന്നെങ്കിൽ ലാഭമാകാം അല്ലെങ്കിൽ നഷ്ടമാകാം. ഓക്കെ,
അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഹെഡിങ് കേട്ടിട്ട് നിങ്ങൾക്ക് പേടിയായോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം കേട്ടോ. ഒരു ചിത്രം തന്നിട്ടുണ്ട്, ആദ്യം ആ ചിത്രം വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഒരു സൈക്കിളാണ്, ഒരു ചക്രമാണ് അല്ലേ. എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നതെന്നൊന്ന് നോക്കിക്കേ. ഈ ഇടത് സൈഡിൽ നിങ്ങൾ കണ്ടോ, ഗാർഹിക യൂണിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, വലതുവശത്ത് ഉൽപാദന യൂണിറ്റ് എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ ഗാർഹിക യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഗാർഹിക യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകൾ അല്ലേ. ഉൽപാദന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണോ അതാണ് ഉൽപാദന യൂണിറ്റ്. അതൊരു ഫാക്ടറി ആവാം, ഒരു കമ്പനി ആവാം, എന്തുമാവാം അല്ലേ. ഇനി എന്താണ് ഇവർ തമ്മിൽ ഈ ചക്രം പോലെ വരച്ചു വെച്ചിരിക്കുന്നതെന്ന് വായിച്ച് നിങ്ങൾ ഏറ്റവും മുകളിലൊന്ന് നോക്കിക്കേ. എന്താ കാണുന്നത്? ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം, അതിൻ്റെ താഴെ സാധനങ്ങളും സേവനങ്ങളും, അതിൻ്റെ താഴെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില, ഉൽപാദന ഘടകങ്ങൾ അല്ലേ. ഇനി ആ ആരോ മാർക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, താഴത്തെ ആരോ മാർക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഗാർഹിക യൂണിറ്റിൽ നിന്നും ഉൽപാദന യൂണിറ്റിലേക്കാണ് ആരോ മാർക്ക് വരച്ചിരിക്കുന്നത് അല്ലേ. മുകളിലോ ഉൽപാദന യൂണിറ്റിൽ നിന്നും ഗാർഹിക യൂണിറ്റിലേക്ക് അല്ലേ. അപ്പം എന്തൊക്കെയാണ് ഗാർഹിക യൂണിറ്റിൽ നിന്നും ഉൽപാദന യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്? അതൊന്ന് വായിച്ചു നോക്കാം ആദ്യം. സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില, ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ഉൽപാദന യൂണിറ്റിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉൽപാദന ഘടകങ്ങൾ ആരാണ് കൊടുക്കുന്നത്? ഗാർഹിക യൂണിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത് അല്ലേ. എന്തൊക്കെ ഉൽപാദന ഘടകങ്ങളാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇതെല്ലാം കൊടുക്കുന്നത് ഗാർഹിക യൂണിറ്റാണ് അല്ലേ, ഉൽപാദന യൂണിറ്റിലേക്ക്. പിന്നെയോ ഒരു സാധനം കൂടെ കൊടുക്കുന്നുണ്ട്, എന്താണ്? സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില അല്ലേ. അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഈ ഉൽപാദന ഘടകങ്ങൾ ഗാർഹിക യൂണിറ്റിൽ നിന്നും ഉൽപാദന യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. ഉൽപാദന യൂണിറ്റിൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? മുകളിലേക്ക് നോക്കിക്കേ. അവിടെ നിന്ന് സാധനങ്ങളും സേവനങ്ങളും ആർക്ക് കൊടുക്കുന്നു? ഗാർഹിക യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഗാർഹിക യൂണിറ്റിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് എന്താ കൊടുക്കുന്നത്? സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില തിരിച്ച് ഉൽപാദന യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഉൽപാദന ഘടകങ്ങൾ ഉൽപാദന യൂണിറ്റിലേക്ക് എത്തുമ്പോൾ അതിനുള്ള പ്രതിഫലം ആര് കൊടുക്കുന്നുണ്ട്? ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ ഒരു ചക്രം പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞിടാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിന്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ബിസ്ക്കറ്റ് ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പം ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് ആരായിരിക്കും? നിങ്ങളുടെ വീടുകളിലുള്ള ആളുകൾ, തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകൾ, ഗാർഹിക യൂണിറ്റിലെ ആളുകൾ ആണ് അവിടെ തൊഴിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഉൽപാദന ഘടകമായ തൊഴിലിനെയും പിന്നെ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയിലേക്ക് ആവശ്യമായ യന്ത്രങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഗാർഹിക യൂണിറ്റിൽ നിന്നാണ് അങ്ങോട്ട് എത്തുന്നത്. ഇനി അതിന് പ്രതിഫലമായിട്ട് ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ നിന്ന് എന്താ ലഭിക്കുന്നത്? തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നു, ഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാട്ടം ലഭിക്കുന്നു അല്ലേ, അത്തരത്തിലുള്ള പ്രതിഫലം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയിലെ ഉൽപ്പന്നം ഈ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ നിന്നും അതിനാവശ്യമായ തിരിച്ച് എന്താണോ അല്ലേ, പണമാണെങ്കിൽ പണം തിരിച്ച് ഫാക്ടറിക്ക് കൊടുക്കുന്നു. ഇത് ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? ഇത്രയുമുള്ളൂ ഇത് വെച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്നും അടുത്തത് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നും പറയും. അപ്പോൾ ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്നും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമായി റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർക്ക് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡ് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡ് യൂണിറ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് ആർക്ക് കൊടുക്കുന്നു? പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്കിത് വായിച്ചു നോക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗതി സൂചിപ്പിക്കുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. നമ്മൾ പറഞ്ഞല്ലേ, മനുഷ്യൻ അവശ്യ പൂർത്തീകരണത്തിനാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യം ഉണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നത് അല്ലേ. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം സാധനങ്ങളും സേവനങ്ങളും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. ഇനി
ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില അല്ലെങ്കിൽ പ്രൈസ് പണമായി നൽകുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഉൽപാദന യൂണിറ്റുകൾക്ക് ആവശ്യമായ ഉൽപാദന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇവ ആരാ കൊടുക്കുക? ഗാർഹിക യൂണിറ്റ് അല്ലേ? അതിൻ്റെ പ്രതിഫലമായിട്ട് എന്തൊക്കെ കിട്ടും? ഭൂമിയാണെങ്കിൽ അതിന് പാട്ടം കിട്ടും, പിന്നെ തൊഴിലാണെങ്കിൽ അതിന് കൂലി കിട്ടും, മൂലധനത്തിന് പലിശ കിട്ടും, സംഘാടനത്തിന് ലാഭം. ഇതെല്ലാം തിരിച്ച് ഗാർഹിക യൂണിറ്റിന് കിട്ടും. പിന്നെയോ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകും. അപ്പോൾ അതിന് പകരമായിട്ട് ഗാർഹിക യൂണിറ്റ് എന്ത് നൽകും? വില കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ പണം കൊടുക്കും. ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകും. ഓക്കെ, ഇംഗ്ലീഷിൽ ഹിയർ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് കൺസ്യൂം ദം. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹൗസ് ഹോൾഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു. വി ഹാവ് സീൻ ദാറ്റ് ദ പ്രൊഡക്ട്സ് ആർ കൺസ്യൂംഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. Human wants are many. When we satisfy one want, another emerges. ഒരു ആവശ്യം കഴിയുമ്പോൾ മറ്റൊന്ന് വരുന്നു. With change in wants, goods and services also change correspondingly and they need to be produced. സാധനങ്ങളും സേവനങ്ങളും മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും മാറിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. The household unit supplies the land, labor, capital and organization to the production unit. Household unit എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. The household unit is given rent, wages, interest, profit, etc. as reward by the production unit. Household യൂണിറ്റിന് ഈ കൊടുത്ത പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിന് പകരമായിട്ട് എന്തൊക്കെ കൊടുക്കും? അതിൻ്റെ പ്രതിഫലം അല്ലേ? റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ദ പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ് പിന്നെ എന്താ ചെയ്യുക? ഗുഡ്സും സർവീസസും ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കും. ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ്, ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് പേയ്സ് പ്രൈസ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇതിന് പ്രതിഫലമായിട്ട് സ്വീകരിച്ച സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഹൗസ് ഹോൾഡ് യൂണിറ്റ് അതിൻ്റെ വില കൊടുക്കും അല്ലേ? സിൻസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആർ കണ്ടിന്യൂസ്, ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോളോ എ സർക്കുലർ പാറ്റേൺ. ഇതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം ഒരു സർക്കുലർ പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളാണ്. സംഘാടകരുടെ ചുമതല മറ്റ് ഉൽപാദന ഘടകങ്ങൾ കൂട്ടിയോജിപ്പിക്കലാണെന്ന് സമർത്ഥിക്കുക. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസർ ഈസ് ടു കോർഡിനേറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സബ്സ്റ്റാൻഷിയേറ്റ്. നമ്മൾ പറഞ്ഞതാണല്ലേ സംഘാടകർ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് ഉൽപാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് സംഘാടകരാണ്. അതൊന്നുകൂടെ നമ്മളൊന്ന് ഉറപ്പിക്കുകയാണ്. ഓക്കെ, ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇത്തരത്തിൽ സംഘാടനം നടത്തുന്നവരാണ് സംഘാടകർ. ഈ ഘടകങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഒത്തുചേരുമ്പോൾ മാത്രമേ ശരിയായ ഉൽപാദനം നടക്കുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ഘടകം ഇല്ലെങ്കിൽ ഉൽപാദനം നടക്കില്ല. ഇതെല്ലാം ചേർത്തുകൊണ്ട് പോകേണ്ടത് ഒരു സംഘാടകന്റെ കഴിവാണ്. അതുകൊണ്ട് തന്നെ ഉൽപാദനത്തിൽ സംഘാടകന്റെ പങ്ക് വളരെ വലുതാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? Organization implies the coordination of various factors of production like land, labor and capital. The person who coordinates is called an organizer or entrepreneur. The correct coordination of these factors leads to production. If one of these factors fails to include in the process of production, it will not take place. Therefore, an organizer has a major role in production. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓർഗനൈസർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രവർത്തനം, താഴെ പറയുന്ന ഉൽപാദന ഘടകങ്ങളെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. തൊഴിൽ, മൂലധനം. പ്രിപ്പയർ ബ്രീഫ് നോട്ട്സ് ഓൺ ദ ഫോളോവിങ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലേബർ, ക്യാപിറ്റൽ. നമ്മൾ ഓൾറെഡി ചെയ്താണെന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. തൊഴിലിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കണം. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും
മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെ തൊഴിലെന്ന് പറയുന്നു. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുമ്പോൾ അത് തൊഴിലാകുന്നു. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യമാണിത്. ഇംഗ്ലീഷിൽ നമ്മൾ ലേബർ എന്ന് പറയും. ലേബർ ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ദ ലേബേഴ്സ് യൂസ് ദെയർ മാൻ പവർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. വി ക്യാൻ സീ ദാറ്റ് ദ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഓഫ് ദ വർക്കേഴ്സ് ആർ യൂസ്ഡ് ഹിയർ. If the use of these skills to produce goods and services is rewarded, it is called labor. Wage is the reward for labor. അപ്പോൾ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ്റെ ഒരു ആക്റ്റീവ് ഫാക്ടറാണ് അല്ലേ. ലേബേഴ്സ് എന്താണ് യൂസ് ചെയ്യുന്നത്? അവരുടെ മാൻ പവർ യൂസ് ചെയ്യുന്നു. ഏതൊക്കെ രീതിയിൽ? ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇത് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് പ്രതിഫലമായിട്ട് നമ്മൾ കൊടുക്കുന്നത്, പ്രതിഫലം ലഭിക്കുമ്പോൾ മാത്രമേ ഇതിനെ ഒരു തൊഴിലെന്ന് പറയാൻ പറ്റുകയുള്ളൂ. വേജാണ് നമ്മൾ പ്രതിഫലമായിട്ട് കൊടുക്കുന്നത്. അടുത്തത് എഴുതേണ്ടത് എന്തിനെക്കുറിച്ചാണ്? മൂലധനത്തെക്കുറിച്ചാണ് അല്ലേ. മൂലധനത്തെക്കുറിച്ച് ഇത് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ എന്ന് പറയും. ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഫോർ പ്രൊവൈഡിംഗ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം. ഇറ്റ് ഈസ് നെസസറി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി, ബൈയിങ് എക്യുപ്മെൻറ്റ്സ്, പേയിങ് വേജസ് ടു ലേബേഴ്സ്, buying raw materials for production and the like. Tangible and visible man-made things used for production are called capital. Computers, vehicles and machines which can be used in production are also considered as capital. Okay? അടുത്ത പ്രവർത്തനം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക ഗതി ചിത്രസഹായത്താൽ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ചിത്രം വരച്ച് വയ്ക്കുക. ഓക്കെ, ഈ രണ്ട് മലയാളം മീഡിയംകാർ ഇത് വരയ്ക്കുക, ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിൽ വരച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കുറിപ്പും കൂടെ എഴുതണം. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ആവശ്യമായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ ഗാർഹിക യൂണിറ്റ് പ്രദാനം ചെയ്യുന്നു. ഇതിനുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് തിരിച്ചു നൽകുന്നു. അപ്പോൾ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റുകൾ പണം നൽകുന്നു. ഇത്തരത്തിൽ ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലേ വിശദമായിട്ട് എന്തൊക്കെയാണ്, ഏതൊക്കെ യൂണിറ്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നതെന്നുള്ളത് എഴുതുക. എന്നിട്ട് ചിത്രവും വരച്ച് കുറിപ്പ് പൂർത്തിയാക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഈ ചിത്രമാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് എഴുതേണ്ടത് ഈ കാര്യമാണ്. The production unit produces goods and services and the household unit consumes them. The household unit supplies the land, labor, capital and organization to the production unit. Then it is given rent, wages, interest, profit, etc. as reward by the production unit. Then it supplies goods and services to the household unit. In exchange for the goods and services received, the household unit pays price to the production unit. This process continues as a cycle. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേസമയം ഹൗസ് ഹോൾഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു അല്ലേ. ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിന് പ്രതിഫലമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് റെൻറ്റും വേജസും ഇൻട്രസ്റ്റും പ്രോഫിറ്റും കൊടുക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് പകരമായിട്ട് അതിൻ്റെ പ്രൈസ് പേ ചെയ്യുന്നു അല്ലേ. ഈ ഒരു സൈക്കിള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ,
അപ്പം ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു അധ്യായം ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാം. അപ്പോൾ തുടർ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതും കൂടെ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.